കോവിഡ് വാക്സിൻ വിതരണ കേന്ദ്രങ്ങൾ അനുവദിച്ചതിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് യൂത്ത് ലീഗ്. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും ആശാ വർക്കേഴ്സിനുമാണ് വാക്സിൻ നൽകുന്നത്. ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് ആശുപത്രി, ചെർപ്പളശ്ശേരി, കടമ്പഴിപ്പുറം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ എന്നിവ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതിൽ ദുരൂഹതയുണ്ടെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു. ഇത് തയ്യാറാക്കിയവർക്ക് ഗുരുതരപരമായിട്ടുള്ള ഒരു ക്രമക്കേടാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരും അവരുടെ പ്രവർത്തനത്തോട് കാണിച്ച അനീതിയാണിത്. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത് കൃത്യമായി പരിശോധിച്ച് ഇത് പുനഃപ്രസിദ്ധീകരിച്ച് ഈ കേന്ദ്രങ്ങളിലൊക്കെ ഒരു കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുനഃപ്രസിദ്ധീകരണം ഉണ്ടാകണമെന്നതാണ് മുസ്ലിം യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ പ്രസിദ്ധീകരിച്ച കോവിഡ് വാക്സിൻ സെന്ററുകളിൽ വ്യാപകമായ അപാകതകളുണ്ടെന്ന യൂത്ത് ലീഗ് ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി. സംസ്ഥാനത്തിലുടനീളം അനുവദിക്കപ്പെട്ട 133 കേന്ദ്രങ്ങളിൽ 9 എണ്ണമാണ് ജില്ലയിലുള്ളത്. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും ആശാ വർക്കർക്കുമാണ് വാക്സിൻ നൽകുന്നത്. ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക് ആശുപത്രി, ചെർപ്പളശ്ശേരി, കടമ്പഴിപ്പുറം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ എന്നിവ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതിൽ ദുരൂഹതയുണ്ട്. ചെർപ്പളശ്ശേരി, കടമ്പഴിപ്പുറം, ഒറ്റപ്പാലം, പട്ടാമ്പി മേഖലയിലുള്ള ആരോഗ്യ പ്രവർത്തകർക്കും ആശാ വർക്കർമാർക്കും നിലവിലെ ലിസ്റ്റ് പ്രകാരം അമ്പലപ്പാറയിലും കൊപ്പത്തും ചാലിശ്ശേരിയിലുമുള്ള സെന്ററുകളെ ആശ്രയിക്കണം. ഒറ്റപ്പാലത്തും പട്ടാമ്പിയിലും ചെർപ്പളശ്ശേരിയിലും കൂടി ഉൾപ്പെടുത്തി ലിസ്റ്റിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും സംസ്ഥാന ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്കും യൂത്ത് ലീഗ് പരാതി നൽകും. അമ്പലപ്പാറയും കൊപ്പവും ചാലിശ്ശേരിയുമാണ് ഈ ചെർപ്പളശ്ശേരി, ഒറ്റപ്പാലം, പട്ടാമ്പി മേഖലകളിൽ ഉള്ളവർക്ക് ഏറ്റവും അടുത്തുള്ള കേന്ദ്രങ്ങളായിട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും ആശാ വർക്കർമാർക്കുമാണ് ഈ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്നത്. ഇതിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ ഗുരുതരമായിട്ടുള്ള അപാകതകൾ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ലിസ്റ്റ് തയ്യാറാക്കിയത് ജില്ലാ മെഡിക്കൽ ഓഫീസറാണ്. അദ്ദേഹത്തിന് ഇതിൽ വളരെ ഗൗരവപരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് ചെർപ്പളശ്ശേരിയിലെയും ഒറ്റപ്പാലത്തെയും കടമ്പഴിപ്പുറം, പട്ടാമ്പി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ അവർ കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെങ്കിൽ അവർ അമ്പലപ്പാറയിലേക്കോ കൊപ്പത്തേക്കോ ചാലിശ്ശേരിയിലേക്കോ പോകേണ്ട ഒരവസ്ഥയാണുള്ളത്. ഏറ്റവും വലിയ ഒരു ജില്ല എന്ന നിലക്ക് പാലക്കാട് ജില്ലയിലെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടാണുള്ളത്. യൂത്ത് ലീഗ് മുൻ ജില്ലാ സെക്രട്ടറി ഹക്കീം ചെർപ്പളശ്ശേരി, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സൽമാൻ കൂടമംഗലം, ഭാരവാഹികളായ ഇബ്രാഹിം മൗലവി, നിഷാദ് വാണിയപ്പുര, റഫീഖ് ചോലയിൽ എന്നിവർ പങ്കെടുത്തു.